ഞാൻ ജപിക്കുന്നത് അതേപോലെ ആവർത്തിക്കുക എല്ലാവരും. നേരത്തെ പറഞ്ഞു ഇനി മേലാൽ ആവർത്തിക്കരുതെന്ന്, ഇപ്പൊ പറയുന്നു ആവർത്തിക്കണമെന്ന്. ഞാനിതിൽ ഏതാ വിശ്വസിക്കണ്ടേ? എന്റെ മണി. കുശവ, ആചാര്യം പറഞ്ഞ അനുസരിച്ചാ മതി. ഓ. നൈര്യതി പശ്ചിമാ തഥാ വായവി ചോത്തരൈ ശാനി ദിശ അഷ്ടവിമാ സ്മൃത ആരും കണ്ണു തുറക്കരുത്. എന്ത് ശബ്ദം കേട്ടാലും ജപം നിർത്തരുത്. ചോര കണ്ടാൽ ഞെട്ടരുത്. ധീരരായ എന്റെ ശിഷ്യന്മാർ പോലും ഭയന്നിരിക്കുന്നു. ഇനി മതിയാക്ക നിന്റെ വായ്പാട്ട്. ആയുധപ്രയോഗം ബ്രാഹ്മണനെ വിധിച്ചിട്ടുള്ളതല്ല. എങ്കിലും ഞാനത് ചെയ്യും. അറുത്തെടുക്കും നിന്റെ നാവ് ഞാൻ. നീ മുടിയടിച്ചിട്ട് കൂളിയെപ്പോലെ കൂവി ആരെയും നീ പരിഹസിക്കില്ല. ഓം വിശ്വകർമ്മണ്യേ നമഃ. ഇനി നിന്റെ നാവ് ചലിക്കില്ല. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. രാത്രി ആയി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു മടുത്തു. ദാഹിക്കുമ്പോ ഷാർജ ഷേക്ക് കുടിക്കുന്ന പോലല്ലേ രക്തം കുടിക്കുന്ന ചരക്കകത്ത് കൂടിയിരിക്കുന്നത്. ഇനി ഞാനിവിടെ നിന്നാൽ എന്റെ ജീവിതം വവ്വാല് ചപ്പിയ മാങ്ങ. അവിടെ നിൽക്ക. തിരിഞ്ഞു നോക്കില്ല ഞാൻ. ഇതുവരെ ചെയ്ത പണിയുടെ കൂലി ഈ ഓട്ട് കിണ്ടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. മുതലായിട്ടല്ല. കൂലി തന്നില്ലെങ്കിൽ തച്ചന്റെ ശാപം നിങ്ങളുടെ തലയിരിക്കും. എന്നാൽ വരട്ടെ. നീ പോവില്ല രൗത്തമ. ഗുരുവിന്റെ സമ്മതമില്ലാതെ നീ മനയുടെ അതിർത്തി കടക്കില്ല. കടന്നാൽ നിന്റെ രണ്ടു കാലും തളർവാദം വന്ന് ശോഷിച്ച് ഈർക്കിൽ പോലാകും. ശിഷ്ടകാലം ഭൂമിയിൽ പാമ്പിനെ പോലെ ഇഴഞ്ഞു നടക്കും. നീ ഓർത്തു നിൽക്കുക. അതിനോട് ആരാ പോന്നെ? അളയ നിൽക്ക. ഞാൻ എന്നെ കൊന്നിട്ട് പോരെ. നോക്കുക, നിനക്ക് ഗുരു കൊണ്ട് പോകൂടാ. എന്റെ മുത്തച്ഛൻ കോപ്പൻ. അയാള് പണിത വീടാത്രേ. അന്നേ രണ്ട് ഉത്തരവും ഇതിന്നൊരു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ യക്ഷിപ്പറമ്പ് തൂക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ ഈട്ടിക്കും തേക്കനൊക്കെ എന്താ വില? എന്തോ കിലുങ്ങുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്നോണ്ടായിരിക്കും. ഇരിക്ക. യമനെ കൊന്നയാമ്പ കൊമ്മിട്ടിരിക്കുന്ന പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും. സാവിത്രി അമ്മേ, എന്നെ കൊല്ലരുത്. ഞാൻ സാവിത്രിയല്ല, തുളസിയാ. അതിനിടയ്ക്ക് പേരും മാറ്റിയോ? മാധവേട്ടനില്ലേ? അടുത്തു വരരുത്. അടുത്തു വന്നാൽ പേടിച്ച് മൂത്രം ഒഴിച്ചു കളയും ഞാൻ. മാധവേട്ടൻ എവിടെ? മാധവേട്ടൻ എവിടെ? മാധവേട്ടനോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തലയ്ക്ക് വെളിവില്ലാത്ത 3-4 നമ്പൂരി ചെക്കന്മാരെ പിടിച്ച് അടുപ്പിന് ചുറ്റും ഇരുത്തിയിട്ട് സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് കുറച്ച് എണ്ണയും കോരി ഒഴിച്ചാൽ ഒരു യക്ഷിയും തളയ്ക്കാൻ പറ്റില്ല. യക്ഷിയെ തളയ്ക്കണമെങ്കിൽ ഏഷ്യാനെറ്റിലെ കടമറ്റത്ത് കത്തനാർ തന്നെ വരണം. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ കത്തനാർ സീരിയലിൽ കണ്ടിട്ടുണ്ട്. അതിലാണെങ്കിൽ ഒരു കൊച്ചു കിണറ്റിൽ വീണ് ചത്തപ്പോ കത്തനാർ ഇങ്ങനെ വടിയെടുത്ത് ഇങ്ങനെ കാണിച്ചേ ഉള്ളൂ. ആ കൊച്ചു ജീവനോടെ കയറി വന്നു. അത് ഏഴില്ലാതെ. നിർത്ത. തുളസി കൊണ്ടാക്കാൻ ആരും വന്നില്ല. വരിക. ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ ഉറക്കമുണ്ട്.
ഒന്നും എടുത്തു ചാടി അങ്ങോട്ട് ചെയ്യണ്ട. ക്ഷോഭിക്കേണ്ട നേരമല്ലിത്. നെല്ലൂർ മണ്ണ് ഉണ്ണി നമ്പൂരിക്ക് വേണ്ട ജയ. ആ മോഹം മനസ്സിൽ അങ്ങോട്ട് മുറിക്ക. അച്ഛാ, രാജീവൻ വല്ലാതെ അങ്ങ് മോഹിച്ചുപോയി. എന്റെ മോളെയോ ചെമ്പ്രയിലെ മണ്ണോ? അല്ലാതിപ്പോ ചെമ്പ്രയിലെ പെണ്ണും ചെമ്പ്രയിലെ മണ്ണും രാജീവിന് വേണം, അല്ലേ രാജീവ? ഗൗരി എവിടെ? ഗിരീശൻ എവിടെ? ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവൂ. ഗിരീശ, ഗിരീശ! എടത്തി, ഹായ്, ആരാ ഇത്? പട്ടാഴിയില്ലത്തെ ആത്തയമ്മയോ? ഇവിടെ നിന്റെ ഏതടത്തി ഇരിക്കണത്? പടിയിറങ്ങി പോയ മൂശട്ടെ. അച്ഛാ, ജയേട്ടാ, ഇങ്ങോട്ടൊന്ന് വേഗം വരിക. അനിയത്തി. ആഹാ, എന്താണ് നിനക്കിവിടെ കാര്യം? എടി എന്താണ്? അച്ഛന്റെ ആംഗ്ലമാരുടെ മുഖത്ത് ചവിട്ടി തേച്ച് ഇറങ്ങിപ്പോളല്ലേ നീ? മറന്നിട്ടില്ലൊന്നും. നേർന്നെറിയും കെട്ടവളെ. ജയാ, ആരാ? കണ്ടില്ലേ അച്ഛാ? ഇറക്കി ഇവിടെ പിഴച്ചവളെ. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ഗുപ്തനും മക്കളും ചത്തു നശിച്ചോന്ന് കണ്ടുറപ്പിക്കാനാ? അപ്പൊ ഉറപ്പാണ് അച്ഛന് എല്ലാം നശിക്കൂന്ന്. അവന്റെ അച്ചിപ്പണി ചെയ്ത് നടക്കുന്ന നീ ഞങ്ങളെ ശപിക്കുന്നോടി. ആരുത്? അച്ഛാ, ഈശ്വരനെ കരുതി, എന്നെ കരുതിയിട്ടല്ല. അച്ഛന്റെ ഏട്ടന്മാരുടെ നന്മയ്ക്ക് വേണ്ടിട്ട് പറയാ. മുഖവുര വേണ്ട. മാധവേട്ടനോട് ശണ്ടയ്ക്ക് നിൽക്കരുത്, എന്റെ ഒരു അപേക്ഷയാണ്. കേട്ടില്ലേ? ഇവള് പറഞ്ഞെന്റെ പൊരുളച്ഛന് മനസ്സിലായില്ലേ? നമ്മുടെ ചോരയ്ക്ക് വേണ്ടി ഇവള് ദാഹിക്കുന്നു. ലക്ഷണം കൊള്ളാം. ആദ്യം യുദ്ധം ചെയ്യാൻ കടവ് കടന്ന് വേളിക്കാരൻ വരുന്നു. പിന്നാലെ സമാധാന ദൂതുമായി സഹധർമ്മിണിയെ പറഞ്ഞയക്കുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? മക്കളെ, പട്ടാഴിക്ക് ഭയം ബാധിച്ചിരിക്കണോ? മടങ്ങിക്കോളാ, ഇല്ലെങ്കിൽ നിന്റെ ശവം കൊണ്ട് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും. അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പൊടി മൂദേവി. കംസജന്മം എത്ര അനുഭവിച്ചിട്ടും മതിയായിട്ടില്ല അല്ലേ? അതേടി, ഞാൻ കംസൻ തന്നെയാ. ഈ അടിവയറ്റിലൊരു കൃഷ്ണുണ്ണി വളരുന്നുണ്ടെങ്കിലേ വലുതാമ ഇങ്ങോട്ട് പറഞ്ഞു വിട്. ഈ ജയൻ ഇവിടെ തന്നെ ഉണ്ടാവും. ബാക്കി അവനോട്. അത്രയും ആയുസ് നിനക്കില്ല ജയ. തൊടില്ല നീ. വഴിതെറ്റിയിട്ടായാൽ പോലും ജീവിതത്തിൽ ഒരിക്കലും ഇനി ഈ മുറ്റത്ത് കാലുകുത്തരുത്. മനസ്സിലായോ? അനന്താ, ഇത്രയും വണ്ടിയിലേക്ക് കൂട്ടിക്കോളൂ. ഏതൊരു പെണ്ണിനും സ്വന്തം വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുമ്പോ ഒരു വിശ്വാസമുണ്ട്. എത്ര വെറുത്താലും അവമാനിച്ച് ആട്ടിയിറക്കി വിടില്ലെന്ന്. നിങ്ങളത് തകർത്തു. വെറി പിടിച്ച നിങ്ങളുടെ മനസ്സ് പിതൃസ്ഥാനത്തിന്റെ മഹത്വം മറന്നുപോയിരിക്കുന്നു. സൂക്ഷിച്ചോ ചിത്രഗുപ്ത, നിങ്ങളുടെ കൈവെള്ളയിൽ 1000 രേഖ. സാവിത്രി, ഇവന്റെ നെഞ്ചു വലിച്ചു കീറി ചങ്കെടുത്ത് എന്റെ മുന്നിൽ വെച്ചു തരൂ, എങ്കിലേ എനിക്ക് തൃപ്തിയാവൂ. പെറ്റ തള്ളയെ വിളിച്ച് നെഞ്ചിലിടിച്ച് ഓരിയിടാൻ ഇനിയും അവസരമുണ്ടാവും. അപ്പ മതി മുക്ര. ഓ, ഇതാണല്ലേ ആ മാതാമഹൻ, കാരണവരുടെ വാടക കൊലയാളി. ഒളിസേവയ്ക്കിറങ്ങുന്ന ഈ ദുർദേവതയെ കണ്ടാൽ രണ്ടായി വലിച്ചു കീറും മാധവൻ. ഓർത്തോ?